ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹല. ഇന്ന് നമുക്ക് ഇതുപോലുള്ള ഹെഡ് ബാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. നമ്മുടെ വീടുകളിലൊക്കെ നല്ല ഭംഗിയുള്ള പഴയ വേസ്റ്റ് തുണികൾ ഉണ്ടാവുമല്ലോ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ബാക്കി വരുന്ന തുണികൾ. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലുള്ള ഹെഡ് ബാൻഡ് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ നമ്മൾ കുട്ടികളുടെയൊക്കെ പാകമാകത്ത് കുഞ്ഞുടുപ്പുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, നമുക്ക് കളയാൻ തോന്നാതെ എടുത്ത് വെച്ചിട്ടുള്ള പഴയ ഉടുപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ടും ഇതുപോലുള്ള ഹെഡ് ബാൻഡൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി നോക്കാം. ഈ ഒരു ഹെഡ് ബാൻഡിന് വേണ്ടി നമുക്ക് വേണ്ടത് ഇങ്ങനെ 4 പീസ് ഫാബ്രിക്കും 1 പീസ് ഇലാസ്റ്റിക്കുമാണ്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ പറയാം. ഇതാണ് ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മെയിൻ ഫാബ്രിക്. ഇതിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചാണ്, ഇതിൻ്റെ വിഡ്ത്ത് 6 ഇഞ്ചുമാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത് ആർക്കാണോ ഹെഡ് ബാൻഡ് സ്റ്റിച്ച് ചെയ്യുന്നത് അവരുടെ തലയുടെ സർക്കംഫറൻസ് എടുത്തിട്ട് അതിൽ നിന്നൊരു 4 അല്ലെങ്കിൽ 5 ഇഞ്ച് മൈനസ് ചെയ്ത് കിട്ടുന്ന ഒരു ലെങ്ത്ത് ഉണ്ടല്ലോ, ആ ഒരു ലെങ്ത്തിലാണ് നിങ്ങൾ ഫാബ്രിക് എടുക്കേണ്ടത്. പിന്നെ വിഡ്ത്ത് 6 ഇഞ്ചോ അല്ലെങ്കിൽ 5 ഇഞ്ചോ എടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് 8 ഇഞ്ച് ലെങ്ത്തിലും 3 ഇഞ്ച് വിഡ്ത്തിലുള്ള ഒരു പീസ് തുണിയാണ്. ഇത് നമുക്ക് ഇലാസ്റ്റിക് കവർ ചെയ്യാനുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 9 ഇഞ്ച് ലെങ്ത്തും 5 ഇഞ്ച് വിഡ്ത്തുള്ള 2 പീസ് തുണിയാണ്. ഇത് നമുക്ക് ബോ ഉണ്ടാക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 5 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു ഇലാസ്റ്റിക്കാണ്. ആദ്യം നമുക്ക് ബോ ഉണ്ടാക്കാം. ഇത് നമ്മൾ ബോ ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപോലെയുള്ള 2 പീസ് ഫാബ്രിക്കാണ്. അപ്പോൾ ഇത് ഒന്നിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഇങ്ങോട്ട് മടക്കാം. ഇനി ഇവിടുന്ന് ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ബോ ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം. ഇങ്ങനെ ഒരു ബോ ഷേപ്പ് വരച്ചിട്ടുണ്ട്. എന്നിട്ടൊരു 4 ഇഞ്ച് സീം അലവൻസും കൂടെ വിട്ടിട്ടുണ്ട്. ഇനി ഇത് മാർക്ക് ചെയ്ത ഭാഗത്തു കൂടി കട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ബോ ഷേപ്പിലുള്ള 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും റൈറ്റ് സൈഡ് ഫേസ് ടു ഫേസ് വരുന്ന വിധത്തിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. അതായത് ഇതിൻ്റെ റൈറ്റ് സൈഡ്, ഇതിൻ്റെ രണ്ടിൻ്റെയും റൈറ്റ് സൈഡ് ഇപ്പോൾ ഉള്ളിലായിട്ടാണ് വരുന്നത്. ഇനി ഇതിൻ്റെ എഡ്ജിൽ കൂടെ ഒരു 4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇങ്ങനെ ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരറ്റത്ത് നിന്ന് തുടങ്ങി മറ്റേ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മറിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച പീസാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ടൊരു 4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു പീസിലും ചെയ്യണം. ഇതിൻ്റെ റൈറ്റ് സൈഡ് ഉള്ളിലേക്ക് ആക്കിയിട്ട് സെൻറ്റർ മടക്കി ഒരു 4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത് 3 ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം, എന്നിട്ട് ബാക്കി ചെയ്യാം. ഇപ്പോൾ ഇത് 3 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സീം അലവൻസിൻ്റെ കൂടെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഗ്യാപ്പ് ഇട്ട ഭാഗം ഉണ്ടല്ലോ, അതിൽ കൂടെ നല്ല ഭാഗം പുറത്തേക്ക് മറിച്ചെടുക്കാം. ഇനി എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ കോർണറൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഇനി ഈ ഗ്യാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. നമ്മളിത് ബോ ആക്കുമ്പോൾ പിന്നെ ഈ സ്റ്റിച്ച് കാണുന്നില്ല. ഇനിയുള്ള ഈ 2 പീസും നമുക്ക് നല്ല ഭാഗം പുറത്തേക്കാക്കിയിട്ട് മറിച്ചെടുക്കണം. ഒരു പിന്ന് യൂസ് ചെയ്തിട്ടോ ഇതുപോലെ സ്ക്യൂവറോ സ്റ്റിക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അയൺ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ സെൻറ്ററിലാക്കിയിട്ട് വേണം അയൺ ചെയ്യാൻ. സാധാരണ സൈഡിലേക്കല്ലേ ആക്കി വെക്കുക, അങ്ങനെ സൈഡിലേക്ക് ആക്കരുത്. ഈ സ്റ്റിച്ച് സെൻറ്ററിലാക്കി വെക്കുക. ഇതുപോലെ തന്നെ ഈ ഒരു പീസും നല്ല ഭാഗത്തേക്ക് മറിച്ച് ഇതും സെൻറ്ററിലേക്ക് ആക്കിയിട്ട് അയൺ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഈ 3 പീസ് ഒന്ന് അയൺ ചെയ്തെടുക്കട്ടെ. ഇനി ഈ പീസിൽ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇലാസ്റ്റിക്കിൽ ഞാനൊരു പിന്ന് കുത്തിയിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ചെറിയ ഇലാസ്റ്റിക് ആണല്ലോ, അപ്പോൾ ഈ ഭാഗത്തൊന്ന് പിൻ ചെയ്ത് വെക്കാം. ഇനി ഇലാസ്റ്റിക് ഇവിടെ ഒപ്പാക്കിയിട്ട് ഒന്ന് പിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ കറക്റ്റാക്കി വെച്ചിട്ട് പിൻ ചെയ്യാം. എന്നിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ആക്കണം. ഇനി ഇത് ഹെഡ് ബാൻഡ് ആക്കി മാറ്റുന്നത് നോക്കാം. അപ്പോൾ ഈ ബോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വലിയ പീസിൻ്റെ സെൻറ്റർ വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിക്കുക. ഇനി ഈ ബോ ഇവിടെ കെട്ടണം. നല്ല നീറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. രണ്ട് സൈഡിലേക്കും ഒരുപോലെ വരുന്ന വിധത്തിൽ നല്ല നീറ്റായിട്ട് കെട്ടുക. ഈ ബോ ഇല്ലാതെ ബാൻഡ് മാത്രമായിട്ട് വലിയവർക്ക് യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഈ ബാൻഡിൻ്റെ വിഡ്ത്ത് കുറച്ചാൽ മതി. ഞാനിപ്പോൾ ഈ ബോ സെൻറ്ററിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സൈഡിലും വെക്കാം. ഇനി ഇലാസ്റ്റിക് കൂടെ അറ്റാച്ച് ചെയ്താൽ ബാൻഡ് റെഡിയാകും. അപ്പോൾ നമ്മുടെ ബാൻഡിൻ്റെ റൈറ്റ് സൈഡിൽ ഇലാസ്റ്റിക്കിൻ്റെ റൈറ്റ് സൈഡ് വരുന്ന വിധത്തിൽ വെക്കുക. രണ്ടിൻ്റെ റൈറ്റ് സൈഡ് ഫേസ് ടു ഫേസ് വരണം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡും ഇതുപോലെ തന്നെ ചെയ്യുക. ഇനി ഇതിങ്ങനെ ഒന്ന് മറിച്ച് കൊടുത്താൽ മതി. നമ്മുടെ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി അല്ലേ ഈ ബാൻഡ് ഉണ്ടാക്കാൻ? അപ്പോൾ ഇനി ആരും നല്ല ഭംഗിയുള്ള കട്ട് പീസുകളൊക്കെ കിട്ടുമ്പോൾ കളയരുത്, എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് ആവശ്യം വരുമ്പോൾ ഇതുപോലുള്ള ബാൻഡുകളൊക്കെ ഉണ്ടാക്കി നോക്കാം. ഈ ഒരു ഹെഡ് ബാൻഡും ഞാൻ ഈ സെയിം മെത്തേഡിൽ തന്നെ ചെയ്തതാണ്. പക്ഷേ ഇതിൽ ബോ ചെയ്തിട്ടുള്ളത് ലേസ് ഇങ്ങനെ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് കെട്ടിക്കൊടുത്തതാണ്. പിന്നെ ഇത് സെൻറ്ററിലല്ല വെച്ചിട്ടുള്ളത്, സൈഡിലുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായതാണെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.